വാർത്തകൾ വിശദമായി. സൗദിയുടെ പല ഭാഗത്തും ഇന്നും ശക്തമായ മഴ ലഭിച്ചു. ജിദ്ദയിലും മക്കയിലും ജനജീവിതം താറുമാറായി. കോടിക്കണക്കിന് റിയാലിന്റെ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ജിദ്ദയിലുണ്ടായ പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് 2 ദിവസമായി സൗദിയിൽ ലഭിക്കുന്ന മഴ. മഴ മൂലം മക്കയിലും ജിദ്ദയിലും ജനജീവിതം പൂർണ്ണമായും താറുമാറായി. പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ജിദ്ദ നഗരത്തിൽ പല ഭാഗത്തും ജനങ്ങൾ കെട്ടിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പല സ്ഥലത്തും കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തകർന്നു. താമസ സ്ഥലങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഗോഡൌണുകളിലും വെള്ളം കയറിയതുമൂലം വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. മലയാളികളുടെ സംഗമസ്ഥലമായ ഷറഫിയ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിലായി. വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടഞ്ഞുകിടന്നു. നഗരത്തിൽ പല ഭാഗത്തും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പല വാഹനങ്ങളും വെള്ളത്തിൽ ഒലിച്ചുപോയി. ചില ട്രാഫിക് സിഗ്നലുകൾ തകരാറിലായി. മഴയിൽ എഞ്ചിൻ തകരാറിലായ വാഹനങ്ങൾ റോഡുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. നിരവധി വാഹനാപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമീപകാലത്ത് ജിദ്ദ കണ്ട ഏറ്റവും ശക്തമായ മഴയാണ് ഇപ്പോൾ ലഭിച്ചത്. കോടിക്കണക്കിന് റിയാലിന്റെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. അബുദാബി റോഡുകളിലെ പുതിയ വേഗപരിധി ശനിയാഴ്ച മുതൽ നിലവിൽ വരും. അബുദാബി ട്രാഫിക് പോലീസ് വിഭാഗം അറിയിച്ചതാണ് ഇക്കാര്യം. ഗതാഗത വകുപ്പുമായും അബുദാബി